Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയാസ് കോളേജിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Golden Diamonds. Celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി നിലമ്പണി അടിയന്തരം നടന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിന് സാക്ഷിയാകാൻ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു. 2025 ജനുവരി 25 മുതൽ 28 വരെയാണ് പെരിങ്കളിയാട്ടം നടക്കുന്നത്. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രമുഖ കോൺഗ്രസ് നേതാവും സഹകാരിയുമായ VN എരിപുരത്തിന്റെ 5ാം ചരമവാർഷിക ദിനം ആചരിച്ചു. അനുസ്മരണ സമ്മേളനം DCCC ജനറൽ സെക്രട്ടറി AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ആഘോഷം ആനവണ്ടിയോടൊപ്പം. ക്രിസ്മസ് അവധിക്കാലം ആഘോഷമാക്കാൻ KSRTC പയ്യന്നൂർ ബഡ്ജറ്റ് ടൂറിസം സെൽ ഒരുങ്ങിക്കഴിഞ്ഞു. ഇതിനോടകം കുറഞ്ഞ ചെലവിൽ യാത്രയുടെ മാസ്മരികത പകരുന്ന 15 അധികം ട്രിപ്പുകൾ പൂർത്തിയാക്കി. പയ്യന്നൂർ താലൂക്ക് തല സർഗോത്സവം പയ്യന്നൂർ AKS GVHSSൽ നടന്നു. കേരള സംഗീത നാടക അക്കാദമി എക്സിക്യൂട്ടീവ് മെമ്പർ രാജ്മോഹൻ നീലേശ്വരം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി നിലമ്പണി അടിയന്തരം നടന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിന് സാക്ഷിയാകാൻ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു. 2025 ജനുവരി 25 മുതൽ 28 വരെയാണ് പെരിങ്കളിയാട്ടം നടക്കുന്നത്. 19 സംവത്സരങ്ങൾക്കു ശേഷം പെരിങ്കളിയാട്ട മഹോത്സവം നടക്കുന്ന ഉത്തര കേരളത്തിലെ മുച്ചിലോട്ടുകാവുകളിൽ പ്രശസ്തമായതും പൊന്നുന്നൻ തൊണ്ടച്ചന്റെ ആരൂഢ സ്ഥാനവുമായ മാതമംഗലം ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിലമ്പണി അടിയന്തരം നടന്നു. രാവിലെ 8:30 മുതൽ 10 മണി വരെയുള്ള മുഹൂർത്തത്തിലാണ് ചടങ്ങ് നടന്നത്. ആടയാഭരണങ്ങളും തിരുവായുധവുമേന്തി അരങ്ങിൽ ഇറങ്ങിയ ഭഗവതിമാരുടെ പ്രതിപുരുഷന്മാർ കോയ്മന്മാരുടെയും ആചാരസ്ഥാനികരുടെയും ബാല്യക്കാരുടെയും നിരവധി ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ ക്ഷേത്ര തിരുമുറ്റത്തെ കൈലാസക്കല്ലിനരികിൽ നിലം കിളച്ചു തല്ലി ചാണകം മെഴുകി നിലമൊരുക്കൽ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഭക്ഷണശാല, നാലിലപ്പന്തൽ, കന്നിക്കലവറ, അടുക്കള, വിവിധ സബ് കമ്മിറ്റികളുടെ ഓഫീസുകൾ എന്നിവയുടെ നിർമ്മാണ പ്രവൃത്തികൾക്കും ഇതോടെ തുടക്കമായി. തുടർന്ന് അന്നദാനവും നടന്നു. 2025 ജനുവരി 25, 26, 27, 28 തീയതികളിലാണ് പെരിങ്കളിയാട്ട മഹോത്സവം നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രമുഖ കോൺഗ്രസ് നേതാവും സഹകാരിയുമായ VN എരിപുരത്തിന്റെ 5ാം ചരമവാർഷിക ദിനം ആചരിച്ചു. അനുസ്മരണ സമ്മേളനം DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രമുഖ കോൺഗ്രസ് നേതാവും സഹകാരിയുമായ VN എരിപുരത്തിന്റെ 5ാം ചരമവാർഷിക ദിനം ആചരിച്ചു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. പൊതുപ്രവർത്തന രംഗത്ത് കാണാവുന്ന വിരളമായ ആളുകളിൽ ഒരാളാണ് അദ്ദേഹം. ഏറ്റവും അഴിമതിയുടെ കറപുരളത്ത വ്യക്തി ജീവിതത്തിന്റെ ഉടമയാണ്. 10 വർഷക്കാലത്ത് അദ്ദേഹത്തിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം ഉണ്ടായിരുന്നപ്പോ പയ്യന്നൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ പ്രവർത്തന മേഖലയിൽ ഉണ്ടായിട്ടുള്ള വളർച്ച
വളരെയേറെയാണ്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പിലാക്കൽ അശോകൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, കെ എൻ ഗംഗാധരൻ, കെ ടി ഹരീഷ്, പി എം പീതാംബരൻ, ദാമോദരൻ നമ്പൂതിരി, പുഷ്പ കോറോം, എ കെ ശ്രീജ, സ്നേഹജൻ, സി വി രാജഗോപാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ആഘോഷം ആനവണ്ടിയോടൊപ്പം ക്രിസ്മസ് അവധിക്കാലം ആഘോഷമാക്കാൻ KSRTC പയ്യന്നൂർ ബഡ്ജറ്റ് ടൂറിസം സെൽ ഒരുങ്ങിക്കഴിഞ്ഞു. ഇതിനോടകം കുറഞ്ഞ ചെലവിൽ യാത്രയുടെയും മാസ്മരികത പകരുന്ന 15 അധികം ട്രിപ്പുകൾ പൂർത്തിയാക്കി. KSRTC പയ്യന്നൂർ ഡിപ്പോയിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. സാധാരണ KSRTC പയ്യന്നൂർ ഡിപ്പോയിലേക്കൊക്കെ നമ്മൾ വരുന്നത് KSRTCയുടെ ഒരുപാട് വിഷമങ്ങൾ പറയാനാണ്. വണ്ടി കട്ടപ്പുറത്താണ്, അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് വേതനം ലഭിച്ചിട്ടില്ല, ഇത്തരത്തിലുള്ള വിഷമങ്ങൾ നിറഞ്ഞ ന്യൂസുകൾ എടുക്കുവാനായാണ് നമ്മൾ KSRTCയുടെ അടുത്ത് എപ്പോഴും എത്തുന്നത്. പക്ഷേ ഇത്തവണ ഇതിൽ സന്തോഷമുള്ള കാര്യമാണ്, ക്രിസ്മസ് വെക്കേഷനൊക്കെ വരികയാണ്. അപ്പോൾ ആനവണ്ടിയിൽ ഒരു കിടിലൻ ട്രിപ്പ് ചെയ്യുവാനുള്ള എല്ലാ സാഹചര്യങ്ങളിലും KSRTC ഒരുക്കുന്നുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രിപ്പുകൾ ഒരുക്കുന്നുണ്ട്. അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇവിടെ ചേർന്ന് അന്വേഷിച്ചറിയാം. KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം സെല്ലിന് പയ്യന്നൂർ ഡിപ്പോയുടെ കോർഡിനേറ്റർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഹരീഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നമസ്കാരം. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു പുതിയ ഉദ്യമത്തിനോട് ആളുകളുടെ ഒരു റെസ്പോൺസ് എത്രത്തോളമാണ്? അതായത് നമ്മൾ KSRTCയുടെ അധിക വരുമാനം ലക്ഷ്യമിട്ടാണ് ബഡ്ജറ്റ് ടൂറിസം സെല്ല് പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്തെമ്പാടുമുള്ള യൂണിറ്റുകളിൽ എല്ലാ യൂണിറ്റുകളും പ്രവർത്തിക്കുന്നുണ്ട്. കണ്ണൂർ ജില്ല എന്ന് പറഞ്ഞ സംസ്ഥാനത്ത് 2ാം സ്ഥാനത്ത് മികച്ച വരുമാനം നേടുന്ന ജില്ലകളിൽ ഒന്നാണ്. കണ്ണൂർ നല്ല നിലയിൽ നടക്കുന്ന ഒരു ജില്ല കൂടിയാണ്. KSRTC പയ്യന്നൂർ യൂണിറ്റിൽ നമ്മൾ ആരംഭിച്ചിപ്പം കോവിഡിന് മുമ്പെയാണ് ആദ്യഘട്ടം ആരംഭിച്ചത്. പക്ഷേ ഇടക്കാലത്ത് കോവിഡിന് ശേഷം നമ്മൾ നിർത്തിവെച്ചിരുന്നു. ഇപ്പം ഒക്ടോബർ മാസം അവസാനത്തോടു കൂടിയാണ് വീണ്ടും നമ്മൾ യാത്ര പുനരാരംഭിച്ചത്. നല്ല സഹകരണമാണ് സാധാരണക്കാരിൽ നിന്നും ജനങ്ങളിൽ നിന്നും യാത്രക്കാരിൽ നിന്നെല്ലാം ഉണ്ടാകുന്നത്. അതെ, പലപ്പോഴും KSRTCയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഈ ഒരു വരുമാനത്തിന്റെ പ്രശ്നം, ഇവിടുത്തെ തൊഴിലാളികളുടെ ഒരു പ്രശ്നമൊക്കെ പറയാൻ അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ ഈ ഒരു ടൂറിസം മേഖലയിലേക്ക് കൈവച്ചതോടുകൂടി അത് എത്രത്തോളം ലാഭകരമായി പോകുന്നുണ്ട്? ട്രിപ്പുകളെല്ലാം ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പുകളാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാരണം ചെറിയ ചെലവിൽ സാധാരണക്കാരായിട്ടുള്ള യാത്രക്കാർക്ക് ഉപയോഗപ്രദമാകുന്ന ഏകദിന പാക്കേജുകൾ, അതുപോലെ തന്നെ സ്റ്റേ പാക്കേജ് 2 ദിവസമുള്ള സ്റ്റേ പാക്കേജുകൾ ഉൾപ്പെടെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ യാത്രക്കാരെല്ലാം എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. സാധാരണക്കാരുണ്ട്, പിന്നെ മറ്റ് ജോലി ചെയ്യുന്നവർ, റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾ, മുഴുവൻ ആളുകളും നമ്മുടെ യാത്രയുടെ ചെറുപ്പക്കാരുൾപ്പെടെ യാത്രക്കാരുടെ ഭാഗമാകുന്നുണ്ട്. നല്ല നിലയിലുള്ള പ്രതികരണമാണ് ഈ കഴിഞ്ഞ യാത്രകളിൽ നിന്നെല്ലാം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതെ, ഈ ഇപ്പോൾ ദീർഘദൂര യാത്രയാണ് പലതും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഹെവി ഡ്രൈവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പല ബുദ്ധിമുട്ടുകളും പറഞ്ഞു കേൾക്കാറുണ്ട്. ഈ യാത്രയിലുടനീളം നിങ്ങൾക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറയത്തക്ക ബുദ്ധിമുട്ടുകളൊന്നും നമ്മൾ ഉണ്ടായിട്ടില്ല. കാരണം നമ്മുടെ ദീർഘദൂര യാത്രകൾ രാത്രിയാണ് നമ്മൾ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയാണ് പുറപ്പെടുക. അതിന് 2 ഡ്രൈവർമാരുടെ സേവനം നമ്മൾ തേടും. കാരണം നമ്മൾ തുടർച്ചയായ 2 ഡേയും ഓടേണ്ടതാണ്. തിരിച്ചിങ്ങോട്ടും നമ്മൾ ബ്രേക്ക് ഇല്ലാണ്ട് സർവീസ് നടത്തേണ്ടതാണ്. അവിടെ ഇല്ല റെസ്റ്റ് ടൈമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 2 ഡ്രൈവർമാരുടെ സേവനം നമ്മൾ തേടും. ഒപ്പം കോർഡിനേറ്റർ അവരൊന്നിച്ച് അനുഗമിക്കും. എന്തായാലും മോശമല്ലാത്ത നിലയിലുള്ള പ്രതികരണം തന്നെയാണ്. അതായത് മറ്റ് നെഗറ്റീവായിട്ടുള്ള കമന്റുകളോ മോശമായ പരാതികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് പരമാവധി പരാതികൾ യാത്രക്കാരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് പരിഹരിക്കത്തക്ക രീതിയിലാണ് നമ്മൾ ട്രിപ്പുകൾ ആസൂത്രണം ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതും. അതെ, നേരത്തെ പറഞ്ഞതുപോലെ ദീർഘദൂര യാത്രയാവുമ്പോൾ ഈ സീറ്റിങ്ങിലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് യാത്രക്കാരുടെ അടുത്ത് ഇതുവരെ കിട്ടിയിട്ടുണ്ട്? ഇല്ല, അത് അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ ദീർഘദൂര യാത്രകൾക്ക് ഉപയോഗിക്കുന്നത് KSRTCയുടെ എക്സ്പ്രസ് ഡീലക്സ് ബസ്സുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പുഷ് ബാക്ക് സീറ്റാണ്, സെമി സ്ലീപ്പറാണ്. പിന്നെ നോൺ AC ആണെന്നേ ഉള്ളൂ. AC ബസ് വരാനുള്ള സാധ്യതകളുണ്ട്. അതിൽ നമ്മൾ റിക്വയർമെന്റ് കൊടുത്തിട്ടുണ്ട്. നിലവിൽ പുഷ് ബാക്ക് സീറ്റ് ആയതുകൊണ്ട് വലിയ പ്രയാസങ്ങളൊന്നും യാത്രയിൽ അങ്ങനെയുള്ള പരാതികൾ ഉണ്ടാവാറില്ല. ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോ ക്രിസ്മസിന്റെ ഒരു വലിയ അവധിയൊക്കെ വരാനുണ്ട്. സാധാരണക്കാരായ ആൾക്കാർക്ക് പോലും ഇനിയിപ്പോ യാത്ര എന്ന് പറയുന്നത് കയ്യെത്തും ദൂരത്താകുന്നുണ്ട്. തീർച്ചയായും നമ്മളിപ്പം ക്രിസ്മസ് അവധിക്കാലം നമ്മൾ 21-നാണ് നമ്മൾ ആരംഭിക്കുന്നത്. 21-ന് നമ്മളൊരു ഗ്രൂപ്പ് ബുക്കിംഗ് വയോജന കേന്ദ്രം 7 ലോഡിലെ ഒരു ട്രിപ്പ് ഗ്രൂപ്പായി അവർ ബുക്ക് ചെയ്തിട്ടുണ്ട് വയനാട്. ബസ്സുകൾ കൂടുതൽ ആളുകൾ എൻഗേജ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ട്രിപ്പുകൾ ക്രമീകരിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളൊരു പരിമിതി മാത്രമേ ഉള്ളൂ. പക്ഷേ ആളുകളുള്ള നല്ല സഹകരണവും വലിയ പ്രതികരണമാണ് ഇതുമായി വന്നത്.
ഏത് പ്രതിസന്ധിയിൽ KSRTC ഉണ്ടാകുമ്പോഴും വലിയൊരു ഫാൻ ബേസ് KSRTCക്ക് ഉണ്ടായിരുന്നു. അത് ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ പുതിയ ഉദ്യമം കടന്നിട്ടുണ്ട്. നല്ല റെസ്പോൺസ് തന്നെയാണ് ആളുകളിൽ നിന്ന് എത്തുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇനി ക്രിസ്മസ് അവധിയൊക്കെയാണ് വരുന്നത്. സാധാരണക്കാർക്ക് പോലും യാത്ര എപ്പോഴും ഒരു നവ്യാനുഭവം തരുന്നതാണ്. അത് പ്രാപ്യമാകും എന്ന് തന്നെയാണ് വിശ്വസിക്കാൻ കഴിയുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷ. മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമി പയ്യന്നൂരിൽ സംഘടിപ്പിച്ച 3ാമത് സംസ്ഥാന പവർ ഫെസ്റ്റിൽ സംസ്ഥാന സബ് ജൂനിയർ ഗ്രീക്കോ റോമൻ ഗുസ്തിയിൽ തിരുവനന്തപുരം ജേതാക്കളായി. ഞായറാഴ്ച സംസ്ഥാന സബ് ജൂനിയർ ഫ്രീ സ്റ്റൈൽ ഗുസ്തി ചാമ്പ്യൻഷിപ്പ് M. വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമി സംഘടിപ്പിക്കുന്ന 3ാമത് സ്റ്റേറ്റ് പവർ ഫെസ്റ്റിന്റെ ഭാഗമായി പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സംസ്ഥാന സബ് ജൂനിയർ ഫ്രീ സ്റ്റൈൽ ഗുസ്തി ചാമ്പ്യൻഷിപ്പ് M. വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. അതത് ഗ്രാമങ്ങളിൽ ജനങ്ങൾ പരിശീലിച്ച ആയുധമുറകളും കായികപരമായ പരിശീലനങ്ങളെയുമെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് അവരവരുടെ ഗ്രാമത്തിൻ്റെ പേര് നൽകിക്കൊണ്ടാണ് ഓരോ മാർഷൽ ആർട്സിലെ പ്രധാനപ്പെട്ട ഇനങ്ങളെല്ലാം ലോകത്തിനുള്ളിൽ ഉണ്ടായത് എന്നാണ്. അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, പ്രസ് ഫോറം പ്രസിഡന്റ് രാജീവൻ പച്ച, സംസ്ഥാന ജൂഡോ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി പ്രകാശൻ MV, കണ്ണൂർ ജില്ലാ റെസ്ലിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് VN മുഹമ്മദ് ഫൈസൽ, കണ്ണൂർ ജില്ലാ സ്പോർട്സ് കരാട്ടെ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അഞ്ജന P. കുമാർ, വുമൺ എംപവർ ഓഫ് യുണൈറ്റഡ് തൈക്കൊണ്ടോ അസോസിയേഷൻ പ്രസിഡന്റ് രമ്യ ബാലൻ, ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് മെമ്പർ പത്മനാഭൻ ഗുരുക്കൾ, റാങ്ക് ദി വ്യൂസ് സെക്രട്ടറി V. ഉപേന്ദ്ര ഷേണായി, കണ്ണൂർ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ, MB ചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ AKS GVHSSൽ നടന്ന പയ്യന്നൂർ താലൂക്ക് തല സർഗോത്സവം പയ്യന്നൂർ AKAS GVHSSൽ നടന്നു. കേരള സംഗീത നാടക അക്കാദമി എക്സിക്യൂട്ടീവ് മെമ്പർ രാജ്മോഹൻ നീലേശ്വരം ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ AKAS GVHSSൽ നടന്ന പയ്യന്നൂർ താലൂക്ക് തല സർഗോത്സവം കേരള സംഗീത നാടക അക്കാദമി എക്സിക്യൂട്ടീവ് മെമ്പർ രാജ്മോഹൻ നീലേശ്വരം ഉദ്ഘാടനം ചെയ്തു. ഈ നമ്മൾ പറയുന്ന പഴയ കാലത്തൊക്കെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിച്ച, വളരെയധികം സൂക്ഷിച്ച, മണത്ത, രുചിച്ച, ചവച്ച, വിഴുങ്ങിയ നമ്മുടെ പുസ്തകങ്ങളൊക്കെ മെല്ലെ മെല്ലെ അവർ മറന്നുപോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രസിഡന്റ് K. ദാമോദരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K. ശിവകുമാർ, PM കൃഷ്ണപ്രഭ, VP സുകുമാരൻ, A. ശ്രീധരൻ മാസ്റ്റർ, TV നാരായണൻ മാസ്റ്റർ, VV ചന്ദ്രശേഖരൻ, KV പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പാലിയേറ്റീവ് കെയർ സൊസൈറ്റി തൃക്കരിപ്പൂർ ആൻഡ് വിങ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംയുക്തമായി തൃക്കരിപ്പൂരിലെ പൂച്ചോലിൽ നിർമ്മിക്കുന്ന ഖാൻ സാഹിബ് മെമ്മോറിയൽ ന്യൂറോ റിഹാബിലിറ്റേഷൻ സെന്റർ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നടന്നു. സൽസാർ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും തൃക്കരിപ്പൂർ മജ്ലിസെ ഹസൻ മുഖ്യ രക്ഷാധികാരിയുമായ എഞ്ചിനീയർ M. സലാഹുദ്ദീൻ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. പാലിയേറ്റീവ് കെയർ സൊസൈറ്റി തൃക്കരിപ്പൂർ ആൻഡ് വിങ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംയുക്തമായി തൃക്കരിപ്പൂരിലെ പൂച്ചോലിൽ നിർമ്മിക്കുന്ന ഖാൻ സാഹിബ് മെമ്മോറിയൽ ന്യൂറോ റിഹാബിലിറ്റേഷൻ സെന്റർ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ കർമ്മം സൽസാർ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും തൃക്കരിപ്പൂർ മജ്ലിസെ ഹസൻ മുഖ്യ രക്ഷാധികാരിയുമായ M. സലാഹുദ്ദീൻ നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ സെന്ററാണ് തൃക്കരിപ്പൂരിലേത്. സൽസാർ ചാരിറ്റബിൾ ട്രസ്റ്റാണ് സെന്റർ പൂർണ്ണമായും നിർമ്മിച്ചു നൽകുന്നത്. തൃക്കരിപ്പൂർ പാലിയേറ്റീവ് പ്രസിഡന്റ് ഡോക്ടർ CKP കുഞ്ഞബ്ദുള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. VK ബാവ, MDP മുഹമ്മദ് കുഞ്ഞി, PP രഘുനാഥ്, M. മനു, ഡോക്ടർ സുധാകരൻ KV, രാഘവൻ മാസ്റ്റർ, NA മുനീർ, AGC ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. ഡോക്ടർ BR അംബേദ്കറെ കേന്ദ്രമന്ത്രി അമിത്ഷാ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് CPI പയ്യന്നൂരിൽ പ്രകടനം നടത്തി. പൊതുയോഗം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം VK സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ കേന്ദ്രമന്ത്രി അമിത്ഷാ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് CPI പയ്യന്നൂരിൽ പ്രകടനം നടത്തി. പൊതുയോഗം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം VK സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു.
ആട്ടിൻകൂട്ടത്തിൽ നീങ്ങി നടന്നിട്ട് അവസാനം അതിന്റെ ദംഷ്ടനകൾ ഓരോന്നോരോന്നായി പുറത്തു കാണിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നിരിക്കുകയാണ്. ജനാധിപത്യവും തെരഞ്ഞെടുപ്പും യഥാർത്ഥത്തിൽ നാടുവാഴിത്തത്തിന് അന്തകനാണ്. നാടുവാഴിത്തം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ചാതുർവർണ്ണത്തിന്റെ ഭരണരൂപമാണ് നാടുവാഴിത്തം. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണ്ഡലം സെക്രട്ടറി M രാമകൃഷ്ണൻ, V ബാലൻ, K അസീസ്, KV പത്മനാഭൻ, NP ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. M ശ്രീജിത്ത്, M സതീശൻ, പപ്പൻ കുഞ്ഞിമംഗലം, M രാഗിണി, M ഗൗരി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ബാർ അസോസിയേഷൻ ക്രിസ്മസ് പുതുവത്സര ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു. ഉദ്ഘാടനം പയ്യന്നൂർ സബ് ജഡ്ജ് ഉണ്ണികൃഷ്ണൻ MS നിർവഹിച്ചു. ക്രിസ്മസ് പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി ആഘോഷ പരിപാടികൾ പയ്യന്നൂർ ബാർ അസോസിയേഷൻ സംഘടിപ്പിച്ചു. സബ് ജഡ്ജ് ഉണ്ണികൃഷ്ണൻ MS പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് DK ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അഡ്വക്കേറ്റ് രാജേഷ് പിലാങ്കു, പയ്യന്നൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ഷീജ V, അഡ്വക്കേറ്റ്മാരായ C നാരായണൻ നായർ, KV ശശിധരൻ നമ്പ്യാർ, VV മധുസൂദനൻ, അഡ്വക്കേറ്റ് വാഹിദ മൊയ്തീൻകുട്ടി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. CPIM കൊക്കോട്ട് വെസ്റ്റ് ബ്രാഞ്ച് ഓഫീസ് ശിലാസ്ഥാപനം നടത്തി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. CPIM കൊക്കോട്ട് വെസ്റ്റ് ബ്രാഞ്ച് ഓഫീസ് ശിലാസ്ഥാപനം നടത്തി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. CPIM കോറോം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M അമ്പു അധ്യക്ഷനായ ചടങ്ങിൽ CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി P സന്തോഷ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KV ലളിത, P ഗംഗാധരൻ, ബ്രാഞ്ച് സെക്രട്ടറി MV പ്രസന്നൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തായ്നേരി SABT ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷ പരിപാടികളുടെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശ്രീ ഹാരിസ് CP ഉദ്ഘാടനം നിർവഹിച്ചു. തായ്നേരി SABT ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷ പരിപാടികളുടെ സംഘാടക സമിതി ഓഫീസ് പയ്യന്നൂർ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഹാരിസ് EP ഉദ്ഘാടനം ചെയ്തു. SABT ഒരുപാട് നല്ല പേരുള്ള സ്കൂളാണ്. 100ാം വാർഷികം അതിൻ്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന, അദ്ദേഹം സൂചിപ്പിച്ച പോലെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ തുടക്കമാണ് ഇന്നിവിടെ ഈ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ചടങ്ങിൽ കൌൺസിലർ M ബഷീർ, മാനേജർ അബ്ദുൾ മുത്തലിബ് MB, സ്കൂൾ ഹെഡ് മാസ്റ്റർ KR വിനോദ് കുമാർ, MK ഇസ്മയിൽ, MK തയ്യിൽ, S ഇസ്മയിൽ, KK ഷിഹാബ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ഷേണായ് സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സഹജീവനം 24 കൊഴുമൽ സ്കൂളിൽ ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം M രാഘവൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഷേണായ് സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ഈ വർഷത്തെ സപ്തദിന ക്യാമ്പ് സഹജീവനം 2024 എന്ന പേരിൽ കൊഴുമൽ LP സ്കൂളിൽ ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം M രാഘവൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ഗോപാലൻ അധ്യക്ഷനായ ചടങ്ങിൽ PV വിനോദ് കുമാർ, ബാലചന്ദ്രൻ എരവിൽ, സുനീഷ് PS തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഇതിഹ ചാരിറ്റബിൾ ട്രസ്റ്റ് കോയമ്പത്തൂരിന്റെയും അരവിന്ദ് കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്രത്തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് DK ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ഇതിഹ ചാരിറ്റബിൾ ട്രസ്റ്റ് കോയമ്പത്തൂരിന്റെയും അരവിന്ദ് കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രത്തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ അഗ്രികൾച്ചർ ലേബർ വെൽഫെയർ സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ വെച്ച് നടന്ന ക്യാമ്പ് ഇതിഹ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് പിലാക്കൽ അശോകന്റെ അധ്യക്ഷതയിൽ പയ്യന്നൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് DK ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ C വിനയചന്ദ്രൻ ഷേണായി മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ രാജേഷ് കടന്നപ്പള്ളി, പുഷ്പവല്ലി TV, ഭരത് DP, MV വത്സല, CV രാജഗോപാലൻ, ലതാ നാരായണൻ, TV സുനിൽ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിൽ നടപ്പിലാക്കുന്ന കൃഷി സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി ശ്രീസ്ത ഹരിത സംഘത്തിന്റെ സഹകരണത്തോടെ കാർഷിക ബോധവൽക്കരണ സെമിനാറും കൃഷി സമൃദ്ധി വാർഡ് തല സമിതി രൂപീകരണവും കതിർ ആപ്പ് രജിസ്ട്രേഷൻ ക്യാമ്പും നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ നടപ്പിലാക്കുന്ന കൃഷി സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി ശ്രീസ്ത ഹരിത സംഘത്തിന്റെ സഹകരണത്തോടെ കാർഷിക ബോധവൽക്കരണ സെമിനാറും കൃഷി സമൃദ്ധി വാർഡുതല സമിതി രൂപീകരണവും കതിർ ആപ്പ് രജിസ്ട്രേഷൻ ക്യാമ്പും നടത്തി. ശ്രീസ്ത വെസ്റ്റ് BTR വായനശാലയിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം KV. ബിന്ദു അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ജയരാജൻ നായർ പദ്ധതി വിശദീകരിച്ചു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ K. രമേശൻ, KKV. ലക്ഷ്മണൻ, EV. രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ വെച്ച് 30-ലധികം കർഷകരെ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തു. പരമാവധി കർഷകർ ഈ ആപ്പ് വഴി രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ ഡിജിറ്റലായി പദ്ധതി ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സൗകര്യമൊരുക്കുമെന്ന് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേശവതീരം കലാക്ഷേത്രം പുറച്ചേരിയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് അവധിക്കാല കലാസംഗമം സർഗവസന്തം 2024 പുരോഗമിക്കുന്നു. 3 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ നിരവധി കുട്ടികളാണ് പങ്കെടുക്കുന്നത്. കേശവതീരം കലാക്ഷേത്രം പുറച്ചേരിയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് അവധിക്കാല കലാസംഗമം സർഗവസന്തം 2024 പുരോഗമിക്കുന്നു. റിട്ടയർഡ് AEO P. രാമദാസൻ ഗണിതകളികളിൽ പരിശീലനം നൽകി. KV. സുധീഷിന്റെ വയലിൻ ക്ലാസും നടന്നു. വരയും വർണ്ണവും പരിപാടിയിൽ സണ്ണി K. മാടായി, അനൂറിയ എന്നിവർ കുട്ടികൾക്ക് ചിത്രരചനയിൽ പരിശീലനം നൽകി. മാടായി BRCയിലെ ധന്യ S. ലക്ഷ്മി കാവ്യസല്ലാപം നാട്ടുപാട്ട് അവതരണം നടത്തി. 3 ദിനങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ നിരവധി കുട്ടികളാണ് പങ്കെടുക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ചെറുതാഴം പഞ്ചായത്ത് ശുചിത്വ സന്ദേശ സൈക്കിൾ റാലിയും ഹരിത പാർക്ക് പ്രഖ്യാപനവും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ഫ്ളാഗ് ഓഫും ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK. സോമശേഖരൻ പ്രഖ്യാപനവും നടത്തി. ചെറുതാഴം പഞ്ചായത്ത് ശുചിത്വ സന്ദേശ സൈക്കിൾ റാലിയും ഹരിത പാർക്ക് പ്രഖ്യാപനവും നടത്തി. പഞ്ചായത്ത് പരിസരത്തു നിന്നും ആരംഭിച്ച സൈക്കിൾ റാലി പ്രസിഡന്റ് M. ശ്രീധരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്ത് മുതൽ വയലപ്ര പാർക്ക് വരെ നടന്ന സൈക്കിൾ റാലിയിൽ ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റുകൾ പങ്കെടുത്തു. തുടർന്ന് നടന്ന വയലപ്ര പാർക്ക് ഹരിത പാർക്ക് പ്രഖ്യാപനം കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK. സോമശേഖരൻ നിർവഹിച്ചു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് PP. രോഹിണി അധ്യക്ഷത വഹിച്ചു. ജില്ലാ RP. ശോഭ, PP. അംബുജാക്ഷൻ, TV. ഉണ്ണികൃഷ്ണൻ, TV. കുഞ്ഞിക്കണ്ണൻ, മാത്രാടൻ കുഞ്ഞിക്കണ്ണൻ, U. രാമചന്ദ്രൻ, സുനിൽകുമാർ, T. പത്മനാഭൻ, MT. സബിത തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവള്ളൂർ നെസ്റ്റ് കോളേജ് NSS സപ്തദിന ക്യാമ്പിന് വലിയച്ചാൽ GLP സ്കൂളിൽ തുടക്കമായി. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV. വത്സല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ കൂക്കാനം നെസ്റ്റ് കോളേജ് NSS സപ്തദിന ക്യാമ്പ് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV. വത്സല ഉദ്ഘാടനം ചെയ്തു. TM. സതീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ C. രമേശൻ, കോളേജ് ചെയർമാൻ MBA. റഹീം, സ്കൂൾ ഹെഡ് മാസ്റ്റർ MN. പ്രതാപ് കേശവൻ, K. സുധീർ, NSS പ്രോഗ്രാം ഓഫീസർ MV. അനിത, അസിസ്റ്റന്റ് പ്രൊഫസർ OV. ആശ, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ഗീതു മോഹൻ, NSS വളണ്ടിയർ A. ശ്രീലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ 1983-84 ബാച്ചിന്റെ നേതൃത്വത്തിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ ടോപ്പ് ഫോം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ ഉപഹാരം നൽകി അനുമോദിച്ചു. ജപ്പാനിൽ വെച്ച് നടന്ന സെക്യൂറ സയൻസ് എക്സ്ചേഞ്ച് മേളയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച സഹപാഠി വിജയന്റെ മകൾ മാളവികയെയും തിടമ്പു നൃത്തത്തിൽ ഫോക്ലാൻഡ് അവാർഡ് നേടിയ സഹപാഠി പയ്യന്നൂർ തെരുവിലെ പ്രദീപൻ KVയെയും പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ 1983-84 ബാച്ചിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ ഉപഹാരം സമ്മാനിച്ചു. തുടർന്ന് ക്രിസ്തുമസ് ന്യൂ ഇയർ പരിപാടികൾ നടന്നു. 2025-26 വർഷത്തെ പ്രസിഡന്റായി പ്രഭാകരൻ കല്ലത്തിനെയും സെക്രട്ടറിയായി K. കമലാക്ഷനെയും ട്രഷററായി ബാബു TVയെയും തിരഞ്ഞെടുത്തു. C. പ്രമോദ്, പ്രശാന്തൻ PV എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി നിലമ്പണി അടിയന്തരം നടന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിന് സാക്ഷിയാകാൻ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു. 2025 ജനുവരി 25 മുതൽ 28 വരെയാണ് പെരിങ്കളിയാട്ടം നടക്കുന്നത്. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രമുഖ കോൺഗ്രസ് നേതാവും സഹകാരിയുമായ VN എരിപുരത്തിന്റെ 5ാം ചരമവാർഷിക ദിനം ആചരിച്ചു. അനുസ്മരണ സമ്മേളനം DCCC ജനറൽ സെക്രട്ടറി AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു.
ആഘോഷം ആനവണ്ടിയോടൊപ്പം. ക്രിസ്മസ് അവധിക്കാലം ആഘോഷമാക്കാൻ KSRTC പയ്യന്നൂർ ബഡ്ജറ്റ് ടൂറിസം സെൽ ഒരുങ്ങിക്കഴിഞ്ഞു. ഇതിനോടകം കുറഞ്ഞ ചെലവിൽ യാത്രയുടെ മാസ്മരികത പകരുന്ന 15 ട്രിപ്പുകൾ പൂർത്തിയാക്കി. പയ്യന്നൂർ താലൂക്ക് തല സർഗോത്സവം പയ്യന്നൂർ AKS GVHSSൽ നടന്നു. കേരള സംഗീത നാടക അക്കാദമി എക്സിക്യൂട്ടീവ് മെമ്പർ രാജ്മോഹൻ നീലേശ്വരം ഉദ്ഘാടനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.